തോട്ടം മേഖലയിൽ പുലിയുടെയും കടുവയുടെയുമൊക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വളർത്തുമൃഗങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വലുതാണ്. ഇപ്പോഴും ആക്രമണം തുടരുന്നു. കാട്ടാനയും കാട്ടുപോത്തും പുലിയുമൊക്കെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി കഴിഞ്ഞു. ഈ ദുരിതം ഇവർ കുറെ കാലങ്ങളായി അനുഭവിക്കുന്നതാണ്. எங்கே பார்த்தாலும் புலி, எங்கே பார்த்தாலும் யானை அப்படிங்கிறாங்க. பிள்ளைகளை விட்டுட்டு நாங்கள் வேலை வெட்டிகளுக்கு போகிறதுக்கு கஷ்டமாக தான் தெரியுது. இப்போ எவ்வளவோ பெரிய வேலை கூட நடந்து வர்றதுக்கு பயமாக இருக்குது எங்களுக்கு. ஆமாம், அது என்னன்னு இப்போ அறியாத மாதிரி നടപടിക്ക് എടുക്കും. തോട്ടം തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കൊക്കെയുള്ള പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നത്. ആ മാർഗം വഴിയടയുന്നുവെന്നതിനൊപ്പം നഷ്ടങ്ങളുടെ കണക്കാണിപ്പോൾ കുടുംബങ്ങൾക്ക് പറയാനുള്ളത്. വളർത്തുമൃഗങ്ങൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും പലപ്പോഴും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാറില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. അപ്പോൾ ഇതുവரைக்கும் எங்கள் சைட்டு 3-4 மாடை புலி அடிச்சிட்டு முதல்ல வாச்சர் இளங்கவன் அவங்க மாடை அடிச்சிச்சு. அவங்களுக்கு ஃபாரஸ்ட்லேருந்து எந்த ஒரு இது வரைக்கும் பைசாவும் கொடுக்கல. பின்ன செல்வராஜ் அவருக்குள்ள மாடை வளர்மதி செல்வராஜ் அவங்களுக்குள்ள மாடை புலி அடிச்சிச்சு. அதுக்கெல்லாம் எழுதிட்டு போனாங்க. ஃபாரஸ்ட்காரங்க எதுவுமே കൊടുക്കല. വലിയ തുക മുടക്കി വാങ്ങിയ കന്നുകാലികളെ വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ ചെറിയ തുകയ്ക്ക് തൊഴിലാളികൾ വിറ്റൊഴിവാക്കുന്നു. ഇവരുടെ ഒരു വരുമാന മാർഗമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യജീവനുകളുടെ കാര്യത്തിലും തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശങ്കയുണ്ട്. രാത്രികാലങ്ങളിൽ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. കുട്ടികളെ തനിയെ പുറത്തുവിടാൻ ഭയക്കുന്നു. ഇതിപ്പോൾ ലൈൻസ് വரைக்கும் வந்துருச்சு. சின்ன பிள்ளைகளை கூட தூக்கிட்டு போகிற அளவுக்கு இருக்குது. அந்த வால்பாறை இந்த ஏரியாலெல்லாம் சின்ன பிள்ளைகளை தூக்கிட்டு போயிருக்கு. அதே மாதிரி இங்கே உள்ள இங்கேயும் இந்த சம்பவம் നടക്കக்கூடாது. ഇത് വനത്തുറ ഇത് ഉടനെ നടപടിക്ക് എടുക്കണം. നാളുകളായി നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് കുടുംബങ്ങൾക്ക് ഇപ്പോഴും മുമ്പോട്ട് വയ്ക്കാനുള്ളത്. ഉണ്ടായ നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം വേണം. പുലികളെ കൂടുവെച്ച് പിടികൂടണം. കാട്ടാനകളെയും കാട്ടുപോത്തുകളെയും ജനവാസ മേഖലയിൽ നിന്നും തുരത്തണം. എങ്കിൽ മാത്രമേ ജീവിതം സാധാരണ നിലയിലാകൂവെന്ന് കുടുംബങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.